ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, നിങ്ങൾ ഇന്ന് എന്ത് എനർജിയിലാണ് ഉള്ളത്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആഗ്രഹമുള്ള, അതിലൊരുപാട് സന്തോഷം കണ്ടെത്തുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് കിട്ടിയത്. ഒരുപാട് ഗിവിങ് നേച്ചറുള്ള ആൾക്കാരാണ്. അങ്ങോട്ട് കൊടുക്കാൻ ഒരു മടിയില്ല. അത് മാത്രമല്ല, ആരെങ്കിലും ചോദിക്കാതെ തന്നെ നിങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ അവര് ഇങ്ങോട്ട് ചോദിക്കാൻ അനുവദിക്കാതെ നിങ്ങൾ അങ്ങോട്ട് സഹായം ചെയ്തു കൊടുക്കും. ഇന്നത്തെ ദിവസവും നിങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഇന്നലത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ അങ്ങോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങൾക്കും കൊടുക്കേണ്ടി ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സോൾ അത് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഒരു ശ്രദ്ധ വേണം, നിങ്ങൾക്ക് കെയറിങ് വേണം, നിങ്ങൾ ആവശ്യമുള്ളതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം എന്നൊക്കെ നിങ്ങളുടെ സോൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലെ നമ്മൾ നമ്മളെയും കൂടി സപ്പോർട്ട് ചെയ്യുക, കെയർ ചെയ്യുക, നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധിച്ചു കൊടുക്കുക. പലപ്പോഴും നമ്മളുടെ കാര്യങ്ങളൊക്കെ മറന്നിട്ട് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളതൊന്ന് മാറ്റിപ്പിടിക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നല്ല കാര്യം, പക്ഷേ അതുപോലെ നിങ്ങൾക്കും കിട്ടണം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ കൊടുക്കുന്ന ആൾക്കാർ അത് അർഹതയുള്ള ആൾക്കാർക്ക് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതൊരു കാർമികമായിട്ട് അത് നിങ്ങൾക്ക് വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. കാരണം ആവശ്യമില്ലാതെ സപ്പോർട്ട് എടുത്ത് അത് അവരെ ചിലപ്പോൾ നശിപ്പിച്ച് കളയായിരിക്കും ചെയ്യണത്. അതെപ്പോഴും മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഫൈവ് ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. ഇന്ന് നിങ്ങൾക്ക് മത്സരിക്കാൻ കുറേ ആൾക്കാർ നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കും. കുറേ പ്രതിബന്ധങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കും. അത് നിങ്ങളോടുള്ള ഒരു അസൂയ മൂത്ത ആൾക്കാരായിരിക്കാം. നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ ചിലപ്പം അവർക്കതുപോലെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളോടൊരു ദേഷ്യവും ഫ്രസ്ട്രേഷനും, അവരുടെ ഫ്രസ്ട്രേഷനും ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങളോട് കാണിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങളെക്കാളും ഒരു കുറച്ച് വലിയ ആൾക്കാരോടൊപ്പം ഏറ്റുമുട്ടേണ്ട ഒരു അവസ്ഥയുണ്ടാകും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഒരു തന്ത്രം ഇന്നത്തെ ദിവസം നിങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും. മറ്റാൾക്കാരെ ഒരിക്കലും ഒരു പിണക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലായാൽ പോലും നിങ്ങൾ അത്ര വകവയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് അറിഞ്ഞു എന്ന് നിങ്ങൾ ഭാവിക്കാതിരിക്കുക. അപ്പൊ നമ്മൾ അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് വൈരാഗ്യം കൂടുന്നത്. അപ്പോൾ ചില സമയം നമ്മൾ മണ്ടന്മാരായിരിക്കുന്നത് നല്ലതാണ്. നമുക്കറിയാമെങ്കിലും അതൊന്ന് കണ്ണടച്ച് കൊടുത്തേക്കുക. ചില പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ ഒരു സ്വയം മണ്ടനാകുന്നതോടുകൂടി അല്ലെങ്കിൽ മണ്ടിയാകുന്നതോടുകൂടി ചില വലിയ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. കാരണം ഇതിനകത്ത് മറ്റുള്ളവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അവരുടെ വൈരാഗ്യം സമ്പാദിച്ച ആൾക്കാരായിരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മിസ്റ്റേക്സ് നമ്മൾ കണ്ടത് കൊണ്ട് അവർ നമുക്കെതിരായി എന്നുള്ളതാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് മറ്റുള്ളവരുടെ മിസ്റ്റേക്സ് എന്തെങ്കിലും, അവരുടെ തെറ്റോ അവരെന്തെങ്കിലും ചെയ്യുന്ന ചീറ്റിങ്ങോ അല്ലെങ്കിൽ അതെങ്ങനെയുള്ള ഒരു കാര്യം, അവരുടെ മോശമായ കാര്യങ്ങൾ നമ്മൾ കണ്ടാലും അത് കണ്ടെന്ന് ഭാവിക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം അത് കണ്ടു എന്ന് ഭാവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തികൾ നമ്മളെ ഏറ്റവും വലിയ ശത്രുക്കളായി തീരും. ഇവർ നമ്മളെ ചീറ്റ് ചെയ്യും, നമ്മളെ ദ്രോഹിക്കും, ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ ഇന്നത് കണ്ണടച്ച് കൊടുത്തേക്കുക. കുറച്ച് ഒരു
മണ്ടത്തരം ഉണ്ടെന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് ചില വലിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇത് എസ്കേപ്പ് ആകാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ്. ഒരു ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ, അതും ഒരു ഹൈ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വെളിപാട് പോലെ എന്തെങ്കിലും കാര്യങ്ങൾ, അത് ഇൻറ്റ്യൂഷൻ എന്ന് പറയാം, ചിലപ്പോൾ ഒരു നിമിഷം കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ചിലപ്പോൾ അത് ഏഞ്ചൽസിന്റെ രൂപത്തിലോ ഒക്കെ വന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് നിങ്ങൾ അറിയേണ്ട എന്തെങ്കിലും കാര്യം, നിങ്ങൾ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ചോദ്യത്തിന്റെ ഉത്തരം ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങൾ സുഹൃത്തുക്കളുടെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ യാദൃച്ഛികമായിട്ട് ആരെങ്കിലും സംസാരിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും. ചിലപ്പോൾ അതൊരു യൂട്യൂബ് ഒരു വീഡിയോയിലൂടെ കിട്ടാം, ഒരു പോസ്റ്റിലൂടെ കിട്ടാം, ഒരു ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഉള്ള ഒരു പോസ്റ്റിലൂടെ നിങ്ങൾക്ക് അത് കിട്ടാം ഇന്നത്തെ ദിവസം. അങ്ങനെ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടാം എന്നാണ് കാണുന്നത്. അപ്പോൾ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് അത്രയും ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജി ആണ്. അത് നിങ്ങളുടെ ഉള്ളിൽ ഇന്നത്തെ ദിവസം ഒരു ഫെമിനൈൻ എനർജി കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഹൈ പ്രീസ്റ്റസും വന്നിട്ടുണ്ട്, ക്വീൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫെമിനൈൻ എനർജി കൂടുതലായിരിക്കും. അപ്പോൾ അത് നിങ്ങളെ ആ ഒരു എനർജി നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്താൽ മതി. കാരണം ആക്ഷൻ എടുക്കാതെ നിങ്ങളൊന്ന് എല്ലാം ഒരു ഗ്രൗണ്ടഡ് ആയിട്ട് ഇരുന്ന് എല്ലാം കാണുന്ന ഒരു എനർജിയാണ്. അപ്പോൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനത്തെ നിങ്ങളുടെ എനർജിയും അത് തന്നെയാണെന്നാണ് കാണുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നോക്കാം, ജഡ്ജ്മെന്റിന്റെ എനർജിയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ഒരുപാട് ഉയരത്തിൽ പോയ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം. കാരണം നമ്മൾ ചില സ്ഥലങ്ങളിൽ ഒന്ന് താണു കൊടുത്തു കഴിഞ്ഞാൽ, ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി കഴിഞ്ഞാൽ ദൈവം തന്നെ നമ്മളെ ഉയർത്തും എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ള ആൾക്കാരോട് മത്സരിക്കാൻ പോകാതിരിക്കുക. അപ്പൊ മത്സരം എന്ന് പറയുന്നത് എപ്പോഴും നല്ലതായിരിക്കണം എന്നില്ല. നമുക്കത് അത് നല്ലതായിട്ടാണ് കാണുന്നതെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവർ അത് നമ്മളെ വൈരാഗ്യത്തോടു കൂടി കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആരോടും മത്സരിക്കാതിരിക്കുക. മറ്റുള്ളവര് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഉയരത്തില് മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേര് ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ഇന്ന് വന്നു ചേരും എന്നാണ് കാണുന്നത്. അത് നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ഫലമായിരിക്കാം, നിങ്ങളുടെ കർമ്മഫലമായിരിക്കാം. എന്തായാലും നിങ്ങളെ അത് വളരെയധികം സന്തോഷിപ്പിക്കും എന്നുള്ളതാണ്. ചാരിയറ്റിന്റെ എനർജിയാണ്. ഇന്ന് നിങ്ങളുടെ ഇതിൽ യാങ് എനർജി ഉണ്ടല്ലോ, ഫെമിനൈൻ മസ്കുലൈൻ എനർജിയാണ്. അത് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവും പോസിറ്റീവും ആണ്. അപ്പം അതൊന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. ഭയങ്കര സ്പീഡാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത്. ഒരു വൈബ്രേഷൻ ഭയങ്കര വലിയൊരു വൈബ്രേഷനാണ്. ശരിക്കും ഒരു ഹൈ വൈബ്രേഷനാണ് ഇപ്പൊ ഇന്നത്തെ നിങ്ങളുടെ വൈബ്രേഷൻ. അപ്പൊ ശരിക്കും ആക്റ്റീവായിരിക്കും. എല്ലാ ദിവസത്തെക്കാളും ഇന്ന് ശരിക്കും ആക്റ്റീവായിരിക്കും. അപ്പൊ ചില കാര്യങ്ങളിൽ അത് നന്നായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ മടി പിടിച്ചിരുന്ന് കൂട്ടി വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ എനർജി ഉപയോഗിക്കാം. പിന്നെ ഇന്ന് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും ഇന്ന്. പിന്നെ ഇതിൽ ഒരു ഫെമിനിൻ എനർജിയാണ് ഇതിൽ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്തൊക്കെ വേണം എന്ന് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇന്ന് നിങ്ങളുടെ ഹൃദയവും മനസ്സും തമ്മിലൊരു വടംവലി ഉണ്ടായിരിക്കും. പക്ഷെ അത് നിങ്ങൾ ഒരു ക്ഷമയോടുകൂടി നിങ്ങളുടെ ബുദ്ധിക്ക് വലിയൊരു ഇത് കൊടുക്കാതെ, നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈഗോ ഉണ്ടാവുന്നത്. ഈഗോ ഉണ്ടാവുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാതെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇതിനകത്ത് നിങ്ങളുടെ ഒരു സോൾ പാർട്ട്ണർ നിങ്ങൾ തേടി വരുന്ന ഒരു എനർജിയാണ്.
ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു എൻഗേജ്മെന്റോ ഒരു വിവാഹമോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പോകേണ്ട ഒരു അവസരം ഉണ്ടാകാം. അങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാനുള്ളൊരു എനർജി ഇതിനകത്തുണ്ട്. പിന്നെ മാത്രമല്ല, ഇത് നിങ്ങൾ കാത്തിരുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇത് പാസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾ കാത്തിരുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ ഈ ഒരു ആള് പലതരത്തിലും സഹായിക്കുമായിരിക്കും. കുറെ ട്രോമയും തരും, അതിലൂടെ കുറെ സ്പിരിച്വൽ വർക്കണിങ് നിങ്ങൾക്ക് പറ്റും. പിന്നെ കുറെ വിഷമവും തരും, പിന്നെ കുറെ സന്തോഷവും തരും എന്നുള്ളത്. കുറെ സന്തോഷവും തരും, കുറെ വിഷമവും തരും. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം ഈ ഒരാള് ഒരുപാട് നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് നിങ്ങൾ ഒരുപാട് അങ്ങ് അഡിക്റ്റഡ് ആയി പോകാതിരിക്കുക. ഇന്നത്തെ ദിവസം ചിലപ്പം പാസ്റ്റിൽ നിങ്ങളോട് അത്രയും ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തി വളരെ സ്നേഹത്തിൽ നിങ്ങളോട് പെരുമാറാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളതിൽ ഒരുപാട് പെട്ടു പോകാതിരിക്കുക. 7 ഓഫ് കപ്പിന്റെ എനർജിയാണ്. കുറേ ചോയ്സസ് ഉണ്ട് ഇതില്. നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ കാര്യമുണ്ട് എന്നുള്ളതാണ്. അത് കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കാര്യമുണ്ട്. ഇതൊരു ഡ്രാഗൺ ആണ്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രാഗൺ എനർജിയെ വിളിക്കുന്നത് നല്ലതായിരിക്കും. ഡ്രാഗൺ എന്ന് പറയുന്നത് ഒരു സ്പിരിറ്റ് ഗൈഡ് ആണെന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ റേക്കി ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഡ്രാഗൺ റേക്കി ഒക്കെ അറിയാമായിരിക്കാം. നമ്മൾ ഡ്രാഗൺ എനർജി ഇന്ന് പ്രൊട്ടക്ഷന് വിളിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത്. അപ്പൊ പലരും ഒരു ഡ്രാഗൺ എനർജി ഉപയോഗിച്ച് ഹീലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നാണ് കാണുന്നതിനകത്ത്. നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് ഇതില്. നിങ്ങള് ഇന്ന് പ്രൊട്ടക്ഷന് വിളിക്കുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ഡ്രാഗൺ ഇന്ന് നിങ്ങളെ സഹായിക്കും എന്നാണ് കാണുന്നത്. ഇന്ന് നിങ്ങൾ കുറെ കൺഫ്യൂഷനിലാണ്, നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ നിന്ന് ഒരു ശക്തിയെ, അത് ഏതാകട്ടെ, ഇപ്പൊ ഡ്രാഗൺ എന്നാണ് നമ്മൾ കണ്ടത്. പക്ഷെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് ഏഞ്ചലായിരിക്കാം, ചില ആൾക്കാർക്ക് അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളായിരിക്കാം, ചിലപ്പോൾ പിതൃക്കളായിരിക്കാം. ഇങ്ങനെ ഒരു കാര്യത്തോട് അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റിനോട് നിങ്ങൾക്കൊരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് നടത്തി തരും എന്നുള്ളതാണ് ഇന്ന് ഇതിനകത്ത് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സഹായത്തിനായിട്ട് ഏതോ ഒരു ശക്തി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നോക്കുക, ഈ ഹൈ പ്രീസ്റ്റസിന്റെ നേരെ താഴെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളുടെ കൂടെ ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കും. പിന്നെ ഇത് നിങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് കിട്ടുന്ന നേരത്തെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ഈ ഹൈപ്രീസ്റ്റസിന്റെ എനർജിയിൽ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടും. ഇനി ഒരു കാർഡ് കൂടി എടുത്ത് നോക്കാം. കിങ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. വളരെ ഇതില് ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്, കിങ് ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് രണ്ടും, നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ മനസ്സും തമ്മിൽ ഇത് രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് ചാരിയായിട്ടും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എപ്പോഴും അത് മനസ്സിലാക്കാം. ചില ആൾക്കാർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുക്കും. ചില ആൾക്കാർ ക്യൂൻ ഓഫ് കപ്സിനെ പോലെ അങ്ങോട്ട് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് എന്തും കൊടുക്കാം, എന്തും ക്ഷമിക്കാം, എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഉണ്ട്. അപ്പൊ ഈ രണ്ടിന്റെ ഇടയിലുള്ള ഒരു കാര്യം നിങ്ങൾ സ്വീകരിക്കുക. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യരുത്. ക്യൂൻ ഓഫ് കപ്സിനെ പോലെ എല്ലാം സഹിച്ചു കൊടുക്കുകയും ചെയ്യരുത്. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കുക. കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതില് നിങ്ങൾക്ക് ആവശ്യം ഈ കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണെന്നുള്ളതാണ്. എല്ലാ തരത്തിലും ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, ആലോചിച്ച് മാത്രം പല കാര്യങ്ങളും ചെയ്യുന്ന അങ്ങനത്തെ ഒരു എനർജിയാണത് ഈ കിങ് ഓഫ് വാൺസ്. നിങ്ങൾ ആക്ഷൻ എടുക്കും, പക്ഷെ നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെയും വേദനിപ്പിക്കാതെ, എല്ലാവരെയും ചേർത്ത് നിർത്തിയുള്ളൊരു ആക്ഷൻ എടുക്കാനാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം ഇതിലെന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. വാട്ടറിംഗ് ക്യാനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരിൽ നിന്നോ ഒരു ഗൈഡൻസ് എടുക്കുന്നു എന്ന് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്.
നിങ്ങൾ ആരിൽ നിന്നും ഒരു ഹെൽപ്പ് ചോദിക്കുന്നു, ആസ്കിങ് ഫോർ ഹെൽപ്പാണ്. അപ്പം നിങ്ങൾ ആരടുത്തുനിന്നോ ഒരു ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആരോടെങ്കിലും ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിനൊരു ഗൈഡൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം കുറേ കാലം കൊണ്ട് നിങ്ങൾ കൊണ്ടു നടന്ന എന്തോ ഒരു കാര്യം, അത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അതിനുള്ള ഒരു മറുപടി വേണം എന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം തീരുമാനിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനുള്ളൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരുടെ അടുത്ത് ഒരു ഗൈഡൻസ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നോക്കാം. സൺ കാർഡാണ്, ഹീലിംഗ് എനർജിയാണ്, ഹാപ്പിനെസ്, കംഫർട്ട്, ജോയ് ആണ്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഇതിൽ കപ്പ്, നേരത്തെ ഒരു സൺ വന്നിട്ടുണ്ട്. അല്ല, അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്കൊരു ഹീലിംഗ് എനർജി ആൾറെഡി ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളിൽ തന്നെ ഉണ്ട് ഹീലിംഗ്. അപ്പൊ അത് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് എനർജി ഉള്ള ഒരാളാണ്, ഒരു ഹീലറാണ്. അപ്പോൾ ഇതില് നിങ്ങളോട് ആരെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്താൽ അത് ഹീലായി പോവും. അതുപോലെ ശരിക്കും ഇന്ന് ഒന്നുകിൽ മറ്റാരെങ്കിലും അവരുടെ ബർഡൻ എല്ലാം കൂടെ നിങ്ങളോട് പറയുന്നതായിരിക്കാം, നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കാം, വേറെ ആരെങ്കിലും നിങ്ങളോടൊരു ഹെൽപ്പ് ചോദിക്കുന്നതും ആയിരിക്കാം. അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് കേട്ടോ. വേറെ ഏതെങ്കിലും ആൾക്കാർ നിങ്ങളൊരു ഹെൽപ്പ് ചോദിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളോട് പറയുകയും ചെയ്യുന്നതും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും പറയുന്നതും ആകാം. ഇതിൽ സൺ എന്ന് പറയുന്നത് തന്നെ ഒരു ഹീലിംഗ് എനർജിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം ഇന്നത്തെ ദിവസം ഉണ്ടാകും. അത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് എന്തെങ്കിലും സഹായം കൊടുത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഗൈഡൻസ് എവിടെന്നെങ്കിലും കിട്ടിയത് കൊണ്ടായിരിക്കാം. അപ്പോൾ അതിൽ വളരെ സന്തോഷമാണെന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം എന്നുള്ളതാണ്. സ്നോയാണ്, റെസ്റ്റാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ ഒന്ന് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒന്ന് ഒന്ന് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക ഇന്നത്തെ ദിവസം. അങ്ങനെ ഒരു ഹീലിംഗ് എനർജിയിൽ, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കാൻ ശ്രമിക്കുക. ബേസിലാണ്, പ്രോസ്പെറിറ്റി ആണ്. അപ്പം ഇന്ന് നിങ്ങൾക്ക് പ്രോസ്പെറിറ്റി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ വരുന്നതായിരിക്കാം. ഭാഗ്യം വരുന്നു എന്നുള്ളതാണ്. എവിടെന്നെങ്കിലുമൊക്കെ ഇന്ന് നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് മറ്റുള്ളവരും പറയും നിങ്ങൾക്ക് ഇന്ന് ഭയങ്കര ഭാഗ്യമുള്ള ദിവസമാണല്ലോ എന്ന് മറ്റുള്ളവർ നിങ്ങളോട് പറയാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. ഒരു റൊമാൻസ് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ലാവൻഡർ ആണ്. ഇന്ന് സെൽഫ് കെയർ ചെയ്യണമെന്നാണ് കേട്ടോ. ഇന്ന് നിങ്ങൾ സെൽഫ് കെയർ ചെയ്യണം. ഒരു ദയൊക്കെ ഉണ്ടായിരിക്കും. ഇന്ന് മറ്റുള്ളവരോട് ഒരു വല്ലാത്ത ദയയും സഹാനുഭൂതിയൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നതാണ് കാണുന്നത്. കാരണം ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണത്. ആദ്യം തന്നെ വന്നത് ക്യൂൻ ഓഫ് കപ്സ് ആയതുകൊണ്ട് തന്നെ അത് ശരിക്കും ദയുള്ള ഒരാളാണ്. മറ്റുള്ളവരോട് വളരെ കൈൻഡായിട്ട് പെരുമാറുന്ന, മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേട്ടിട്ട് ഒരുപാട് ഒരു സിമ്പതി ഉള്ള ആൾക്കാരാണ്. ഒരിക്കലും നമ്മൾ സിമ്പതി നല്ലതല്ല എന്നുള്ളതാണ്. നമ്മൾ എംപാത്തായിരിക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഒരു എനർജി ഒരു കൈൻഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണെന്നാണ് കാണുന്നത്. ഇനി നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം. 6th ചക്രയാണ്, ആർക്കേഞ്ചൽ മെറ്റാട്രോൺ ആണ്. അപ്പോൾ ഇതില് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട്. ഇന്ന് ആർക്കേഞ്ചൽ മെറ്റാട്രോണിനെ നിങ്ങൾ വിളിക്കുക. ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആർക്കേഞ്ചൽ മെറ്റാട്രോണിനെ വിളിച്ച് നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആർക്കേഞ്ചൽ മെറ്റാട്രോണുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ ആർക്കേഞ്ചൽ മെറ്റാട്രോൺ ആണ് ആകാശിക് റെക്കോർഡ് കീപ്പറാണ്. ആകാശിക് ലൈബ്രറിയിൽ ആകാശിക് റെക്കോർഡ്സ്
അതിൻ്റെ ഒരു ലൈബ്രറിയൻ എന്ന് പറയാം, അല്ലെങ്കിൽ റെക്കോർഡ് കീപ്പറാണ് ആർക്കേഞ്ചൽ മെറ്റാട്രോൺ. അപ്പം ഈ മെറ്റാട്രോൺ ആണ് നമുക്ക് ഈ ബുക്ക് ആകാശിക് റെക്കോർഡ്സ് ബുക്ക് കൊണ്ടുതരുന്നത് ഓരോരുത്തരുടെ എന്നാണ് വിശ്വാസം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എന്തെങ്കിലും, ചിലപ്പം ചില ആൾക്കാർ എന്തെങ്കിലും ആകാശിക് റെക്കോർഡ്സ് റീഡിംഗ് ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു PLRO അല്ലെങ്കിൽ ആകാശിക് റെക്കോർഡ്സോ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് റീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. കാരണം ഇതിനകത്ത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു റീഡിങ് എടുക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ അത് നിങ്ങൾ ചിലപ്പം ഏതെങ്കിലും ഒരു ആസ്ട്രോളജറെ കൺസൾട്ട് ചെയ്യുന്ന ഒരു എനർജി, അല്ലെങ്കിൽ ടാരോയോ അങ്ങനെ എന്തെങ്കിലും എന്തോ ഒരു കാര്യം നിങ്ങളിന്ന് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഗോഡസ് ഓഫ് മൂൺ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമുക്ക് ഫുൾ മൂൺ ഇങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ മൂണിന്റെ എനർജി ഇപ്പോഴും ഹൈ ആയിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോൾ മൂൺ ഗോഡസ് ആണ് കണ്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇന്നത്തെ ദിവസം ശരിക്കും മൂൺ എനർജി സ്വീകരിക്കണം. മൂണിനോട് നിങ്ങൾക്ക് ഗൈഡൻസ് ചോദിക്കാം. അപ്പൊ ആ എനർജി സ്വീകരിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി യൂണിവേഴ്സിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. എഴുതി നിങ്ങളത് കത്തിച്ച് കളയുക. അങ്ങനെയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. പിന്നെ ഇന്ന് നമുക്ക് ഇതിൽ നിങ്ങൾക്ക് ഇത് നോക്കാം. പെൻഡുലത്തിൽ എന്താണ് ഇന്ന് നിങ്ങൾക്ക് അറിയേണ്ടത് നോക്കാം. നിങ്ങൾ പെൻഡുലത്തോട് ചോദിക്കുക, ഇന്ന് നിങ്ങൾ അറിയേണ്ട കാര്യം നടക്കുമോ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയെന്ന് പെൻഡുലത്തോട് ചോദിക്കുക. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു നിമിഷം വേണമെങ്കിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് വെച്ച് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് ചോദിക്കുക, ഇന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ നോക്കാം, നമുക്ക് ഇതിൽ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും. ഇതിൽ ആദ്യം തന്നെ ഒരുപാട് കൺഫ്യൂഷനൊന്നും ഇല്ലാതെ തന്നെ വന്നു. റീഫ്രൈസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ചോദിച്ച ചോദ്യം അതിലെന്തെങ്കിലും ചിലപ്പോൾ കൂട്ടിച്ചേർക്കാനുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എടുത്തു മാറ്റാനുണ്ടായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും ഇന്നത്തെ ദിവസം എന്ത് കാര്യമാണോ നിങ്ങൾ നടക്കുമെന്ന് ചോദിച്ചത്, ആ ഒരു കാര്യത്തിൽ അത് നടക്കണമെങ്കിൽ ചില ആൾക്കാർക്ക് അത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചില ആൾക്കാർക്ക് അതിന് എന്തെങ്കിലും മാറ്റിക്കളയുകയോ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഒരു കാര്യം ഈ ഒരു ഫോമിലായിരിക്കില്ല നടക്കേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾ അതിലെന്തെങ്കിലും മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ്. പിന്നെ ഇത് ടിബറ്റൻ സിംഗിങ് ബൗളാണ് കേട്ടോ. ഇത് എനിക്കിഷ്ടമാണ് ഇതിൻ്റെ സൗണ്ട്. അപ്പം ഞാൻ ഇത് മെഡിറ്റേഷൻ മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ ഈ സൗണ്ട്. ഇത് ഞാൻ വെറുതെ വാങ്ങി വെച്ചതാണ്. മെഡിറ്റേറ്റ് ചെയ്യാൻ ഇതിൻ്റെ സൗണ്ട് ശരിക്കും നമ്മളെ കാമാക്കും. അപ്പോൾ അതുകൊണ്ട് വെറുതെ വാങ്ങിയതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി മെഡിറ്റേറ്റ് ചെയ്യാൻ സമയത്ത് ആ സൗണ്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറേ. പിന്നെ ഇത് ഒരു നെഗറ്റീവ് എനർജി ക്ലെൻസ് ചെയ്യുന്ന ഒരു കാര്യമാണത്. ഇതിൻ്റെ ഒരു വൈബ്രേഷൻ നെഗറ്റീവിനെ അത് ക്ലെൻസ് ചെയ്ത് മാറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.